ബീഹാറിൽ എൻഡിഎ സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനിരിക്കെ അതൃപ്തി അറിയിച്ച് ജിതിൻ റാം മാഞ്ചി. പരമാവധി 8 സീറ്റ് മാത്രമേ നൽകൂ എന്ന ഫോർമുല അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് മാഞ്ചി. അതേസമയം സീറ്റ് ധാരണ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാകുമെന്ന നിലപാടിലാണ് ബിജെപി. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കൂടുതൽ സീറ്റ് ചോദിക്കുന്നതാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധി. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, എന്താണ് നിലവിലെ സാഹചര്യം? കൂടുതൽ വിവരങ്ങൾ. അനുശ്രീ, പത്രികാ സമർപ്പണത്തിന് ദിവസം അടുക്കുമ്പോഴും രണ്ട് മുന്നണിയിലും പ്രതിസന്ധി തുടരുകയാണ്. പ്രത്യേകിച്ച് എൻഡിഎ ഇന്നലെ പ്രഖ്യാപനം നടത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കാമെന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കക്ഷി തന്നെ അതിൽ അതൃപ്തി അറിയിച്ച് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതൻ റാം മാഞ്ചി, അദ്ദേഹത്തിന്റെ പാർട്ടിയും 15 സീറ്റുകളാണ് HAM ആവശ്യപ്പെടുന്നത്. പക്ഷേ പരമാവധി 8 സീറ്റാണ് അവർക്ക് ബിജെപിയും JDUവും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ജിതൻ റാം മാഞ്ചിക്ക് കടുത്ത അതൃപ്തിയുള്ളത്. ഇക്കാര്യം ബിജെപി നേതാക്കളെ മാഞ്ചി അറിയിക്കുകയും ചെയ്തു. നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗം കൂടിയാണ് മാഞ്ചി. അപ്പോൾ ഇനി മാഞ്ചി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കും, NDAക്ക് പിന്തുണ കൊടുക്കുമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമോ, അതോ കൂടുതൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ചെറു പാർട്ടികൾ ബീഹാറിൽ പ്രധാനപ്പെട്ട സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ചില പോക്കറ്റുകളിലെങ്കിലും അവർക്ക് തന്നെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഘട്ടത്തിൽ ഇവരെയൊക്കെ തന്നെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുന്നണികൾ ശ്രമിക്കുന്നത്. ഏതായാലും BJP നേതാക്കൾ ഈ ഘട്ടത്തിൽ പറയുന്നത് മാഞ്ചിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും, മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. കാരണം ഇന്നലെ നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടന്നതാണ്. സ്വാഭാവികമായും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം, പാർട്ടി സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കാം എന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. മഹാഗഡ്ബന്ധൻ മഹാസഖ്യത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം അവിടെ തുടരുന്നുണ്ട്. അവർക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം VIP വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവായ മുകേഷ് സൈനിയും കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് 40 സീറ്റാണ് അവർ ചോദിക്കുന്നത്. അത് നൽകാൻ കഴിയില്ലെന്ന് RJD അറിയിച്ചിട്ടുണ്ട്. കാരണം 40 സീറ്റുകൾ നൽകുകയാണെങ്കിൽ വലിയൊരു ഭാഗം സീറ്റുകൾ, നിലവിലെ RJDയുടെ കൈവശമുള്ള വലിയൊരു ഭാഗം സീറ്റുകൾ അവർക്ക് വിട്ടു നൽകേണ്ടി വരും. അതിന് തയ്യാറല്ല. പകരം 20 സീറ്റുകൾ നൽകാം എന്നാണ് ഇപ്പോൾ സൈനിക്ക് നൽകിയ ഉറപ്പ്. പക്ഷേ സൈനി ഇപ്പോഴും ആവശ്യപ്പെടുന്നത് 30 മുതൽ 35 സീറ്റ് വരെ ലഭിച്ചില്ലെങ്കിൽ സഖ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സൈനിയും എത്തിയിട്ടുണ്ട്. പക്ഷേ സൈനിയും ഒപ്പം നിർത്തേണ്ടത് ഇന്ത്യ സഖ്യത്തിന് അനിവാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൈനി പിടിച്ച സീറ്റുകളൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന് ജയസാധ്യതയെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊപ്പം തന്നെ CPIMലും കൂടുതൽ സീറ്റുകൾ അവരെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ അവർ 19 സീറ്റിൽ മത്സരിച്ചു, 12 എടുത്ത് വിജയിക്കുകയും ചെയ്തു. വലിയ സ്ട്രൈക്ക് റേറ്റാണ് അവർ നേടിയത്, വലിയ വിജയ ശതമാനം അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല 2 ലോക്സഭാ അംഗങ്ങളും അവർക്ക് നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ അംഗങ്ങളില്ലാത്ത മുകേഷ് സൈനിക്ക് 20ലധികം സീറ്റുകൾ നൽകുമ്പോൾ എന്തുകൊണ്ട് CPIMലിന് അത്രത്തോളം സീറ്റുകൾ നൽകുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 2 പാർട്ടികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നിലവിൽ ഇന്ത്യ സഖ്യം നേരിടുന്ന പ്രതിസന്ധി. ഏതായാലും ഇനി 5 ദിവസം മാത്രമാണ് ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യവുമുള്ളത്. ഏതായാലും മറ്റന്നാൾ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് മഹാസഖ്യം കടക്കുക. അനുശ്വരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.